ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് ഏറ്റവും സിമ്പിളായി വളരെ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ആൻറ്റിന എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഏറ്റവും ദൂരം ഉള്ള മൈസൂർ FM കൂടി നമുക്ക് ലഭിക്കുന്നത് അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ആൻറ്റിന എങ്ങനെ ഉണ്ടാക്കാം, അതേപോലെ തന്നെ നമ്മുടെ ഡെൽട്രോൺ എന്ന വളരെ ചെറിയ ഏറ്റവും ചീപ്പായിട്ടുള്ള 500 രൂപയ്ക്ക് ലഭിക്കുന്ന ഒരു FM റേഡിയോ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൺബോക്സിംഗ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പല ആൾക്കാരുടെയും കമൻറ്റുകളിലും അതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഈ വീഡിയോ. ഇതാണ് നമ്മുടെ ഡെൽട്രോണിൻ്റെ FM റേഡിയോ. നമുക്ക് നോക്കാം. വളരെ ചെറിയൊരു FM റേഡിയോ ആണത്. വളരെ നല്ലൊരു FM റേഡിയോ ആണിത്. ഇതുപോലുള്ളൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റേഡിയോ ട്യൂൺ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊന്നുമല്ല, ഇതിൽ ഇൻബിൽട്ട് ചാർജറല്ല, ഇൻബിൽട്ട് ബാറ്ററി ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ബാറ്ററി ഇൻബിൽട്ടായിട്ട് ലഭിക്കുന്നുണ്ട്. നമുക്ക് എക്സ്ട്രാ വേറെ ബാറ്ററിയുടെ ആവശ്യമില്ല. നമുക്ക് ഇതിൽ ചാർജ് തീരുന്ന സമയത്ത് നമുക്ക് ഈ പവർ കേബിൾ ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വളരെ നല്ലൊരു ഇതാണ്. അതേപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത, ഓക്സിലറി ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും, സൗണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ ഇത് കാണിച്ചു തരാം. നമുക്കൊരു മൊബൈൽ വെച്ചിട്ടോ എന്താണെങ്കിലും നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. നമുക്ക് ഇതിലെ സൗണ്ട് റേഡിയോ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഇതിൽ ഓക്സിലറി കൊടുത്തിട്ട് നമുക്ക് നല്ല പരിപാടികളൊക്കെ മൊബൈലിലൂടെ നല്ല ഹൈ വോളിയത്തിൽ കേൾക്കാൻ പറ്റുന്നതാണ്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. മൊബൈൽ മേലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഓക്സിലറി ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മൊബൈലിലും ഈ ഓക്സിലറി ഔട്ട് നമ്മുടെ ഹെഡ്ഫോണിന് കൊടുക്കുന്ന ആ ഒരു പോർട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ട് ഒന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഓൺ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സൗണ്ട് നിങ്ങൾക്ക് റേഡിയോ സൗണ്ട് കേൾക്കാം. ജസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ സ്ഥലം എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് റിലേ ചെയ്യുന്ന ആൻറ്റിന. നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആക്ച്വലി ഈ സെൽഫ് ഭാഗം ഇങ്ങനെയാണുള്ളത്. ഇവിടെ കാണുന്ന ഒരു ആൻറ്റിന മാത്രമല്ല, ഒരുപാട് ആൻറ്റിനകൾ ഇവിടെ ഉണ്ട്. ഇതാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആൻറ്റിന. ദൂരദർശന്റെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സ്ഥലം. ഇതിൽ ഞാൻ കാണിച്ചത് നമ്മുടെ യൂട്യൂബ് ചാനൽ, എൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ ഒരു ക്ലിപ്പാണ് ഞാൻ എൻ്റെ മൊബൈലിനകത്ത് എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇതിലെ ഓക്സിലറി ഇൻ എന്ന ആ പോർട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത് കാണിച്ചത്. ഇത് വളരെ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു റേഡിയോ ആണ്. ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇൻബിൽറ്റ് ബാറ്ററി ഉണ്ട്. അതേപോലെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് ഒന്ന് കറണ്ടിൽ കുത്തി കഴിഞ്ഞാൽ നമ്മൾ എമർജൻസി ഒക്കെ ചാർജ് ചെയ്യുന്ന പോലെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇത് നമുക്ക് വളരെ ലോങ് ആയിട്ടുള്ള റേഡിയോ സ്റ്റേഷൻ പോലും ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഞാൻ ആൻറ്റിന കണക്ട് ചെയ്തിട്ട് മൈസൂർ എന്ന എൻ്റെ നാട്ടിൽ നിന്നും 250 കിലോമീറ്റർ ദൂരമുള്ള മൈസൂർ റേഡിയോ സ്റ്റേഷൻ എനിക്കിതിനകത്ത് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കാണാൻ വേണ്ടി പറ്റും. ബാസ്, ട്രിബിൾ ഇതൊക്കെ ഉള്ള ട്യൂണിങ് ഇൻഡക്ഷൻ വളരെ ചെറിയ ഒരു മിനിമം പൈസക്ക് 500 രൂപയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ലൊരു റേഡിയോ ആണ് എന്ന് പറയാം. ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇതിനകത്ത് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഈ കേബിൾ ടാഗ് കൊടുത്തത് 2 ബാറ്ററിയാണ്. 2 ടോർച്ച് സെല്ലിൻ്റെ പോർട്ടിൽ റീചാർജബിൾ ബാറ്ററിയാണ് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇത് മേക്ക് ഇൻ ഇന്ത്യ എന്ന എംബ്ലം കാണാൻ പറ്റും. ഇത് ആൻറ്റിന കൊടുക്കാനുള്ളൊരു വയറാണ്. അതേപോലെ 6 മണിക്കൂർ ചാർജ് ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ പുറത്തേക്ക് നമുക്ക്
മറ്റ് ആംപ്ലിഫയറിലേക്കോ അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സ്പീക്കറിലേക്കോ കൊടുക്കാൻ വേണ്ടി പറ്റുന്നൊരു പോർട്ടാണ്. ഇൻബിൽറ്റ് ഒരു സ്പീക്കർ ഉണ്ട്, അതിന് പുറമേ നമുക്ക് മറ്റൊരു സ്പീക്കർ കൊടുക്കാനുള്ളൊരു പോർട്ടാണ്. സ്ക്രീനിൽ കാണുന്ന ഇത് യാഗി യുദ ആൻറ്റിന, അതേപോലെ തന്നെ ഡൈപോൾ ആൻറ്റിന. ഇത് നിങ്ങൾക്ക് ഈ ടൈപ്പിൽ നമുക്ക് നെറ്റിൽ നിന്നും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ നെറ്റിൽ കയറിക്കഴിഞ്ഞാൽ, ആ അഡ്രസ്സിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു സൈറ്റിലേക്ക് കയറാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഇതിലെ ഫ്രീക്വൻസി നമ്പർ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫ്രീക്വൻസി ഉള്ളതാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് ട്യൂണായി കിട്ടേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ നിങ്ങളിവിടെ കൊടുക്കുകയാണെങ്കിൽ ബാക്കി അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാൽക്കുലേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാക്കി മെഷർമെൻറ്റ് കൂടി വരുന്നതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആൻറ്റിന നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ സ്ക്രീനിൽ കാണിച്ച ആ അഡ്രസ്സിലേക്ക്, അതായത് ബ്രൗസറിൽ നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് വരുന്നതാണ്. ഈ പേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾ ആ അഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സ്റ്റില്ലാക്കിയിട്ടോ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ഈ പേജിലേക്ക് കയറുക. ഇതായത് നമ്മുടെ നേരത്തെ അളവ് കണക്ക് കൂട്ടിയ ആൻറ്റിനയുടെ ഏകദേശം ഒരു പിക്ചറാണ്. ജസ്റ്റ് റൗണ്ട് വരച്ചിട്ട് ABCD എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അളവ് നമ്മൾ എഴുതി കിട്ടിയത്, കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം നല്ല കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് ഞാനിതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു അലുമിനിയം പീസ്, അലുമിനിയത്തിൻ്റെ പൈപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും. അലുമിനിയം ഫാബ്രിക്കേഷൻ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന വളരെ ചെറിയ തിക്നെസ് കുറഞ്ഞിട്ടുള്ള ഒരു ഇത് വാങ്ങാൻ വേണ്ടി കിട്ടുന്നതാണ്. അപ്പോൾ അത് വാങ്ങിയതിന് ശേഷം ഒരു മീറ്ററിന്, ഒരു മീറ്ററല്ല, ഒരു ലെങ്ത്തിന് ഫുൾ മെഷർമെൻറ്റിന് 85 രൂപയാണ് നമുക്ക് വരുന്നത്. അതിന് ശേഷം നമ്മൾ കൃത്യമായിട്ടിന്ന് മാർക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം A എന്ന് എടുക്കാം. 524.9 mm ആണ്. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ട് ഈ സ്ഥലത്ത് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ തന്നെ അവിടെ നിന്നും ബാക്കിയുള്ള മെഷർമെൻറ്റും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നും നമുക്ക് ഇതുപോലെ ബെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. മാർക്ക് ചെയ്ത ആ സ്ഥലത്തു നിന്നും അടുത്ത സെക്ഷൻ അങ്ങനെ ഓരോന്നോരോന്ന് മാർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ടോട്ടലായിട്ട് ബെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിത് ഓൾറെഡി ബെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഒരു ആൻറ്റിന നിർമ്മിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കഴിയുന്നത് ഞാൻ ക്ലോസപ്പായിട്ട് ഞാൻ കാണിക്കുന്നതാണ്. ഇത് ഒരുവിധം നല്ല ഹൈറ്റിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്, കാണാൻ വേണ്ടി പറ്റും. ഇതിന് ചില പോരായ്മകളുണ്ട്. മറ്റൊന്നുമല്ല, ഇത് കർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൈകൊണ്ട് തന്നെയാണ് കർവ് ചെയ്തത്, അല്ലാതെ ബെൻഡർ ഉപയോഗിച്ചിട്ടില്ല. അതേപോലെ തന്നെ മറ്റ് ഒരു 2-3 പൈപ്പ് നമ്മൾ കോൺക്രീറ്റിൻ്റെയൊക്കെ കമ്പി വളക്കുന്ന പോലെ ജസ്റ്റ് ഞാൻ വളച്ചിരുന്നെങ്കിൽ ഇത് ഇത്ര ഷാർപ്പ് വളവ് ഉണ്ടാവില്ലായിരുന്നു. കുറച്ചുകൂടി നല്ലൊരു കർവായിട്ട് നമുക്ക് കിട്ടുമായിരുന്നു. അത് ഞാൻ ജസ്റ്റ് കൈകൊണ്ട് തന്നെ മാർക്ക് ചെയ്ത് ബെൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു ചെറിയൊരു പോരായ്മ ഇതിന് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് സിഗ്നൽ നല്ലപോലെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇതുപോലെ നിങ്ങൾ ബെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് കോൺക്രീറ്റിൻ്റെയൊക്കെ പൈപ്പല്ല കമ്പി ബെൻഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതുപോലുള്ളൊരു ഇതിൽ വെച്ച് ബെൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നല്ല കർവായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ബെൻഡ് ചെയ്ത സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ജസ്റ്റ് ഒരു ഒടിഞ്ഞ പോലെയാണ് ബെൻഡായിട്ടുള്ളത്. ആ ഒരു പോരായ്മ ഇതിനുണ്ട്. പക്ഷേ നമുക്ക് നല്ലപോലെ സീനിൽ ലഭിക്കുന്നുണ്ട്. കുഴപ്പമില്ല, എങ്ങനെയായാലും ബെൻഡായി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അതുപോലെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതല്ലേ. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യം ഞാൻ ശരിയാക്കുന്നതാണ്. നിങ്ങളിതുപോലെ ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ മേലെയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഒരു പൈപ്പ് താഴെ ഭാഗത്ത് GI പൈപ്പാണ്. അതിൻ്റെ മേലേക്ക് ഒരു മരത്തിൻ്റെ പീസ് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ മേലെയാണിത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് ഇരുമ്പിന് ഞാൻ കൊടുത്തിട്ടില്ല, കാണാൻ വേണ്ടി പറ്റും. ഇതിനപ്പുറത്ത്
ഒരു മരത്തിൻ്റെ പീസാണ്, മേലെ ഭാഗത്ത് മരത്തിൻ്റെ പീസാണ്, അതിനാണ് ഞാൻ ഇത് കണക്ട് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം, PVC വെള്ളത്തിൻ്റെ പൈപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എൻ്റെ നാട്ടിൽ നിന്നും വളരെ ദൂരമായിട്ടുള്ള മൈസൂർ എന്ന സ്ഥലത്തുള്ള റേഡിയോ സ്റ്റേഷൻ എനിക്ക് ലഭിക്കുന്നുണ്ട്. 225-250 കിലോമീറ്റർ ദൂരമുള്ള മൈസൂരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. റേഡിയോയിൽ നമുക്ക് നോക്കാം. ഇതിൽ ഞാൻ കാണിക്കുന്നത് റേഡിയോ മിർച്ചി മൈസൂർ റേഡിയോ സ്റ്റേഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ബാക്കിയുള്ള കണ്ണൂർ, കോഴിക്കോട്, അതേപോലെ തന്നെ മാംഗ്ലൂർ ഈ റേഡിയോ സ്റ്റേഷൻ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ ഇതിന് മുൻപ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെ കൊടുക്കുന്നതാണ്. അതിനകത്ത് ബാക്കിയുള്ള സ്റ്റേഷനുകളൊക്കെ ലഭിച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും ലോങ് മൈസൂർ ആയതുകൊണ്ടാണ് ഞാൻ ഈ മൈസൂറിലെ റേഡിയോ സ്റ്റേഷൻ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ಭಾರತದ ನಂಬರ್ 1 ರೇಡಿಯೋ ಸ್ಟೇಷನ್ ಈಗ ಮೈಸೂರಿನಲ್ಲಿ 104.8 ಮಿರ್ಚಿ. ಸಖತ್ ಹಾಟ್ ಮಗ. ಮಾರುತಿ ಸುಜುಕಿ ಸ್ಮಾರ್ಟ್ ಫೈನಾನ್ಸ್ ನಲ್ಲಿ ನಿಮ್ಮ ಕೇಳ್ತಾರೆ ಮಿರ್ಚಿ ಇದು ನಾನನ್ಯ ಸಖತ್ ಹಾಟ್ ಮಗ. ಮಾರುತಿ ಸುಜುಕಿ ಸ್ಮಾರ್ಟ್ ಫೈನಾನ್ಸ್ ನಲ್ಲಿ ನಿಮ್ಮ ವೆಹಿಕಲ್ ಗಳ ಹಣಕಾಸಿನ ಅಗತ್ಯಕ್ಕೆ ಆನ್ಲೈನ್ ನಲ್ಲಿ ಸಿಗುತ್ತೆ ಎಲ್ಲಾ ರೀತಿಯ ಸೊಲ್ಯೂಷನ್. ಜೊತೆಗೆ ಅದ್ಭುತವಾದ ಆಫರ್ಸ್ ನೊಂದಿಗೆ ಪ್ರೀ ಅಪ್ರೂವ್ಡ್ ಲೋನ್ಸ್, ಕಸ್ಟಮೈಸಬಲ್ EMI, ಮಲ್ಟಿಪಲ್ ಬ್ಯಾಂಕ್ ಆಪ್ಷನ್ಸ್ ಮತ್ತು ಲೋನ್ ಸ್ಟೇಟಸ್ ಟ್ರ್ಯಾಕಿಂಗ್. ಮಿರ್ಚಿ ಸಖತ್ ಹಾಟ್ ಮಗ. ಈ ಮಳೆ ಜೋರಾಗಿರೋದನ್ನ ತಿಳಿಸಿರೋ ಕಾರಣ ಬಹಳಷ್ಟು ಕಡೆಗಳಲ್ಲಿ ಜಿಲ್ಲಾಡಳಿತ ಯೆಲ್ಲೋ ಅಲರ್ಟ್, ರೆಡ್ ಅಲರ್ಟ್, ಆರೆಂಜ್ ಅಲರ್ಟ್ಸ್ ಕೂಡ ಹೇಳ್ತೀರಪ್ಪ, ಎಸ್ಪೆಷಲಿ ಕೊಡಗು, ಉಡುಪಿಯ ಸುತ್ತಮುತ್ತ. ಬಟ್ ಎನಿವೇಸ್ ಇದೆಲ್ಲದರ ಮಧ್ಯೆ ಆ ಜೋಗ್ ಫಾಲ್ಸ್ ಈಗ ತುಂಬಿ ಉಕ್ಕಿ ಹರಿತಿರೋದನ್ನ ಯಾರು ಬೇಕಿದ್ದು ಕೂಡ ಹೋಗಿ ನೋಡಬಹುದು ಅಂತ ಶಿವಮೊಗ್ಗದ ಜಿಲ್ಲಾಡಳಿತ ತಿಳಿಸ್ತಾ ಇದ್ದಾರೆ. ಸೊ ಬೇಸಿಕ್ಲಿ ಪ್ರತಿದಿನ ಬೆಳಗ್ಗೆ 10 ಗಂಟೆಯಿಂದ ಸಂಜೆ 5 ಗಂಟೆವರೆಗೂ ಕೂಡ ಪ್ರವಾಸಿಗರಿಗೆ ಈ ಪರ್ಟಿಕ್ಯುಲರ್ ಜೋಗ್ ಫಾಲ್ಸ್ ನ ನೋಡೋದಕ್ಕೆ ಆಪ್ಷನ್ ಇರತ್ತಂತೆ. ಸೊ ನೀವ್ಯಾರಾದ್ರೂ ಶಿವಮೊಗ್ಗ ಹೋಗ್ಬೇಕು ಅಂತಿದ್ರೆ, ಜೋಗ್ ಫಾಲ್ಸ್ ನೋಡ್ಬೇಕು ಅಂತಿದ್ರೆ ಯು ಕ್ಯಾನ್ ಕಂಟಿನ್ಯೂ. ಬಟ್ ನಾ ಹೇಳೋದು ಆದಷ್ಟು ಹುಷಾರಾಗಿರಿ. ದಯಮಾಡಿ ಮಾಸ್ಕ್, ಸ್ಯಾನಿಟೈಸರ್ಗಳನ್ನ ಬಳಸಿ. ಈ ಕೋವಿಡ್ ಟೈಮ್ನಲ್ಲಿ ಟ್ರಾವೆಲಿಂಗ್ ಎಷ್ಟು ಸೂಕ್ತ ಅನ್ನೋದನ್ನ ನೀವು ಪರ್ಸನಲ್ ಆಗಿ ಡಿಸೈಡ್ ಮಾಡ್ಬೇಕಾಗತ್ತೆ. ಬಟ್ ಏನೇ ಹೇಳಿ, ಇವಾಗ ನೀವು ಅಲ್ಲಿ ಜೋಗ್ ಮುಂದೆ ಹೋಗಿ ನಿಂತ್ರೆ ಒಂದು ಕ್ಷಣ ಮೈ ಮರೆಯೋದಂತೂ ಹೌದು, ಆಯ್ತಾ, ಅಷ್ಟು ಬ್ಯೂಟಿಫುಲ್ ಆಗಿರುತ್ತೆ. ಆದ್ರೆ ಇಟ್ ವಿಲ್ ಬಿ ಅ ಬ್ಯೂಟಿಫುಲ್ ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಫಾರ್ ಶೋರ್. ಬಟ್ ನಾನು ಯೂಶಲಿ ಜೋಗಿಗೆ ಹೋಗೋದು ಮಳೆ ಕಡಿಮೆ ಇದ್ದಾಗ ನೀರು ಕೂಡ ಕಡಿಮೆ ಇರುತ್ತೆ. ಬಟ್ ಜೋಗಲ್ಲಿ ಕೆಳಗಿಳಿಬಹುದು, ಅದೆಷ್ಟು ಜನರಿಗೆ ಗೊತ್ತೋ ಗೊತ್ತಿಲ್ಲ. ಆದ್ರೆ ನಾನು 9 ತಿಂಗಳು ಮಗು ಇದ್ದಾಗಲೇ ಜೋಗ್ ಫಾಲ್ಸ್ ನಲ್ಲಿ ಕೆಳಗವರೆಗೂ ಹೋಗಿ ಅಲ್ಲಿ ನೀರಲ್ಲಿ ಆಟ ಆಡಿದ್ದಂತೆ. ಸೊ ನನ್ನ ಫಸ್ಟ್ ಎವರ್ ಟೂರಿಸ್ಟ್ ಸ್ಪಾಟ್ ಅಂದ್ರೆ ಅದು ಜೋಗ್ ಫಾಲ್ಸ್ ಆಗಿತ್ತು. ಬಿಕಾಸ್ ಅಪ್ಪನ ಊರು ತೀರ್ಥಹಳ್ಳಿ ಅಂಡ್ ಅಜ್ಜಿನ ನೋಡೋದಕ್ಕೆ ನಾನು ತೀರ್ಥಹಳ್ಳಿಗೆ ಹೋದಾಗ ಅಲ್ಲಿಂದ ಹಾಗೆ ಜೋಗ್ ಫಾಲ್ಸಿಗೆ ಕರ್ಕೊಂಡು ಹೋಗಿ 9 ತಿಂಗಳ ಮಗು ನೀರಲ್ಲಿ ಆಟ ಆಡಿದ್ದು ಅಲ್ಲಿ ನಾನು. ಬಟ್ ಎನಿವೇಸ್, ನೀವು ಜೋಗ್ ಫಾಲ್ಸಿಗೆ ಹೋಗ್ಬೇಕಂತಿದ್ರೆ ಹುಷಾರು, ಕೇರ್ಫುಲ್ ಆಗಿರಿ. ಇಲ್ಲ ಹೋಗಲ್ಲ ಮಿರ್ಚಿ 104.8 ಬಂತು ನೋಡಿ. ಹೇ ಪ್ರೀತಿಯಿಂದ ನಮ್ಮ ಜೊತೆಗೂಡಿ, ಮಿರ್ಚಿ ಜೊತೆ ನೀವು ಸೌಂಡ್ ಮಾಡಿ. ಭಾರತದ ನಂಬರ್ 1 ರೇಡಿಯೋ ಸ್ಟೇಷನ್ ಈಗ ಮೈಸೂರಿನಲ್ಲಿ 104.8 ಮಿರ್ಚಿ. ಸಖತ್ ಹಾಟ್ ಮಗ. ಮಾರುತಿ ಸುಜುಕಿ ಸ್ಮಾರ್ಟ್ ಫೈನಾನ್ಸ್ ನಲ್ಲಿ